അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ട്യൂട്ടോറിയൽ ആണ് ഗൈസ്. നമ്മുടെ കമന്റ് സെക്ഷനിൽ റീസെന്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിച്ച ഒരു റീലിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഗസ് ചെയ്യാവോ? യെസ്, പൂട്ടി വെച്ച് യെസ്, കറുത്ത മച്ചാന്റെ ട്യൂട്ടോറിയലാണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ കാർത്തിയായിട്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് ചേച്ചി ട്യൂട്ടോറിയൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ടതാ, ഞാൻ എന്താ ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആൻഡ് ഓൾസോ അതിൻ്റെ ട്രെൻഡിങ് തീരണതിന് മുന്നേ എല്ലാവരും വേഗം തന്നെ പോയി ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാതെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ കാണുക. ആൻഡ് ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ബീറ്റാണ്. ആ ബീറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പ് മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു ലെഫ്റ്റ് ലെഗ് കുറച്ചൊന്ന് മേലെ മുന്നിലേക്ക് വെക്കാം, അതിനുശേഷം ഹിപ്പ് മൂവ്മെൻറ്റ്സ് ആണ്. ആൻഡ് ഹാൻഡ്സ് വന്നിട്ട് ലെഫ്റ്റ് ഹിപ്പിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, 1 2 3, ദെൻ ഒന്ന് വിടുക, അതായത് ആ ബീറ്റിന് വിടുക. ദെൻ 1 2, ഓക്കെ, 1 2 3 വിടുക, ദെൻ 1 2 ആ ബീറ്റിൽ ചെയ്യാം. നെക്സ്റ്റ് ലിറിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. പൂട്ടി വെച്ച കുതിര ഒന്ന് പൊട്ടിക്കിച്ച് മാമ, അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ലെഗ് മൂവ്മെൻറ്റ്സ് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ലെഗ് മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ലെഗ് ക്രോസ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ്, അതായത് 1. ഓക്കെ, ആൻഡ് ഇത് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ലെഫ്റ്റ് ലെഗിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് നോക്കിയേ, ഇങ്ങനെ വേണം അത് ടാപ്പ് ചെയ്യാൻ. ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് 1. ഓക്കെ, 1 2 ടാപ്പ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക ലെഫ്റ്റ് ലെഗ്, ദെൻ ലെഫ്റ്റ് ലെഗ് ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം. ഓക്കെ, 5 6 7 ഗോ, 1 2. ഓക്കെ, ദെൻ ദിസ് റൈറ്റ് ലെഗ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ഡ്രാഗ് ചെയ്യുക, ടാപ്പ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ഡ്രാഗ് ചെയ്യുക, അതായത് 1 2. ഓക്കെ, 5 6 7 ഗോ, 1 2. ഓക്കെ, ഒന്നുകൂടെ ചെയ്താലോ, 5 6 7 8 1 2 3 4. കിട്ടി. അത് നമ്മൾ റൈറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. റൈറ്റ് ടാപ്പ് ചെയ്യുക, ലെഫ്റ്റ് ഡ്രാഗ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് നോക്കാം. പൂട്ടി വെച്ച് കുതിര ഒന്ന്, അങ്ങനെയാണ് പാട്ട്. അപ്പോൾ പൂട്ടി വെച്ച ലെഫ്റ്റിൽ ഇതാണ് ജസ്റ്റ് ഒരു പതാക പോലത്തെ മുദ്ര, ആൻഡ് പൂട്ടുന്ന പോലത്തെ ഒരു മുദ്ര റൈറ്റ് ഹാൻഡിൽ. ഓക്കെ, 5 6 7 ഗോ, 1 2. ഓക്കെ, പൂട്ടുന്ന പോലെ 1 2. ദെൻ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് 3 4. ഓക്കെ, ഒരുമിച്ച് ചെയ്താലോ, 1 2 3 4. കിട്ടി. 5 6 7 ഗോ, 1 2 3 4. യെസ്. അടുത്ത സ്റ്റെപ്പ് നോക്കിയാലോ. ഇത് വേഗം തീരും കേട്ടോ, ഒട്ടും തന്നെ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ 1 2 3 4 ഇത് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് ലെഗ് എടുത്ത് ഫ്രണ്ടിൽ വെക്കുക, കുത്തുക. ഓക്കെ, റൈറ്റ് ലെഗ് എടുത്ത് ഫ്രണ്ടിൽ കുത്തുക. ഓക്കെ, ആ സമയത്ത് ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിക്കേ, ഒന്ന് ക്ലാപ്പ് ചെയ്യുക, മാത്രമല്ല രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, 1. നോക്കിയേ, ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ 1. യെസ്. 5 6 7 ഗോ, 1 2 3 4 5 6. ഓക്കെ, ദെൻ ഈ ലെഗ് കൊണ്ട് തന്നെ നമ്മൾ ഹിപ്പ് മൂവ്മെൻറ്റ് ചെയ്യുക, അതായത് കാലെങ്ങോട്ടും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, ഫ്രണ്ടിൽ തന്നെയല്ല നിൽക്കുന്നത്. അതിനുശേഷം ഹിപ്പ് 2 പ്രാവശ്യം ഷേക്ക്, 1 2 താഴേക്ക് കേട്ടോ, 1 2. ആൻഡ് ഹാൻഡ് ഹിപ്പിൻ്റെ മേലെ വെക്കുക, 1 2. ഒന്നുകൂടെ ചെയ്താലോ, 5 6 7 ഗോ, 1 2 3 4 5 6 7 8. കിട്ടി. യെസ്. അപ്പോൾ ഈ ഒരു ഹിപ്പ് മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ഈ റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗിനെ ക്രോസ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, സ്റ്റെപ്പ് വെച്ചു, റൈറ്റ് ലെഗ് കൊണ്ട് സ്റ്റെപ്പ് വെച്ചു, ലെഫ്റ്റ് ലെഗ് വെച്ചു, ദെൻ റൈറ്റ് ലെഗ് വെച്ചു, ലെഫ്റ്റ് ലെഗ് വെച്ചു. ഓക്കെ, 1 2 3 4. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഹാൻഡ് മൂവ്മെൻറ്റ്സ് നോക്കിയേ, 1 2 3 4. ഹാൻഡ് മൂവ്മെൻറ്റും റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക്. ആൻഡ് തല ജസ്റ്റ് 1 2 3 4 ഒരു നെക്ക് മൂവ്മെൻറ്റ്സും കൊടുത്ത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാലം കൈ ഒരുമിച്ച് ചെയ്താലോ, 5 6 7 ഗോ, 1 2 3 4. കിട്ടി. അപ്പോൾ നമുക്ക് ഇത്ര ഒന്ന് ചെയ്ത് നോക്കിയാലോ. യെസ്. 1 2 3 4 5 6
7 8 1 2 3 4 കിട്ടി. യെസ്. ഇനി നെക്സ്റ്റ് ലെഗ് മൂവ്മെന്റ് നോക്കിയേ. ലെഫ്റ്റ് ലെഗ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് ലെഗ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. നോക്കിയേ 1 2. ഓക്കെ 1 2. യെസ് 1 2 3 4. ഓക്കെ 1 2 3 4. ഇതാണ് ലെഗ്. ഇനി ഹാൻഡ് മൂവ്മെന്റ് നോക്കിയേ. ജസ്റ്റ് രണ്ട് ഹാൻഡ്സും ലെഫ്റ്റ് മേലേക്ക് പിടിക്കുക, റൈറ്റ് ഹാൻഡ് താഴേക്ക് പിടിക്കുക. നോക്കേ 1 2. നോക്കേ ബോഡി മൂവ്മെന്റ് 1 2. മുന്നിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് പിടിക്കേണ്ടത്. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഡൗൺ ചെയ്യുക. ഒരു ഹിറ്റ്. ഓക്കെ 5 6 7 ഗോ 1 2 3 4. ആ 3 4 ചെയ്യുമ്പോൾ 3 4. ഓക്കെ 3 4. അതായത് 5 6 7 ഗോ 1 2 3 4. ഓക്കെ അപ്പൊ ഇത്ര നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. 5 6 7 ഗോ. പൂട്ടി വെച്ച് കുതിര വന്ന് കിട്ട വരലാമ. ഓക്കെ ഇത്രയാണ് നമ്മൾ നോക്കിയത്. അപ്പം നമ്മൾ വിളിച്ചു. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനി റൈറ്റ് ലെഗിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അത് നോക്കിയേ 1 2. ഓക്കെ അതായത് ജസ്റ്റ് ഈ ഹിപ്പാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ആ ഹിപ്പിൻ്റെ കൂടെ ലെഗും കൂടെ ഒന്ന് മൂവ് ചെയ്യുക. ആൻഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഗ് ലെഫ്റ്റ് ഡയഗണൽ പൊസിഷനിലേക്ക്, ആൻഡ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഗ് റൈറ്റ് ഡയഗണൽ പൊസിഷനിലേക്ക്. ഓക്കെ 1 2. യെസ്. അപ്പോൾ ഹാൻഡ് നോക്കിക്കോ. 1 2 5 6 7 ഗോ 1 2 then 3 4. ആ 3 4 ചെയ്യുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നിൽക്കുക. അതായത് നമ്മുടെ ബാക്കിലേക്ക് നമ്മൾ തിരിയുക. ഓക്കെ 5 6 7 ഗോ 1 2 3 4. തിരിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ റൈറ്റ് ലെഗ് കൊണ്ട് 2 ടാപ്പ് കൊടുക്കുക. 3 4. ഓക്കെ ആ സമയത്തുള്ള ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിക്കോ. 3 4. ഓക്കെ 5 6 7 ഗോ 3 4. ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒന്നും കൂടി ചെയ്യാം. 5 6 7 ഗോ 1 2 3 4. കിട്ടി 3 4. റൈറ്റിലേക്കാണ് കേട്ടോ. റൈറ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ്, ബട്ട് തിരിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡും റൈറ്റ് ലെഗും. 3 4. ആൻഡ് ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരണം. ഈ തിരിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരാൻ നമ്മൾ ലെഗ് കൊണ്ട് ടാപ്പ് ചെയ്യുക. അതായത് 1 2 3 4. അതായത് ലെഫ്റ്റ് ലെഗ് ടാപ്പ് ചെയ്യുക, റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. 1 2 3 4 ചെയ്ത് എങ്ങനെ വരിക? നമ്മൾ നേരെ മുന്നിലേക്ക് വരിക. ഇത്രയും നേരം നമ്മൾ ബാക്കിലേക്ക് പോയില്ലേ, ആ ബാക്കിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വരിക. എങ്ങനെയാ വരണ്ടേ? 1 2 3 4. ഓക്കെ ആൻഡ് ഇത് ചെയ്യുമ്പോൾ ഉള്ള ഹാൻഡ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് മേലേക്ക് പിടിക്കുക, റൈറ്റ് ഹാൻഡ് താഴേക്ക് പിടിക്കുക. ഓക്കെ 1 2 3 4. ഓക്കെ കിടി. ഒന്നുകൂടി ചെയ്താലോ. 5 6 7 ഗോ 1 2 3 4 5 6 7 8. അത് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരാം. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് മേലേക്ക് വരിക. അപ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് വരും. ഓക്കെ ഇത്രയും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ 5 6 7 ഗോ. കൂട്ടി വെച്ച കുതിര വന്ന് യെസ്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തി. ഇനി നമ്മൾ ലെഗ് മൂവ്മെന്റ് ചെയ്യുന്നത് ഫ്രണ്ടിലേക്കാണ് വിത്ത് യുവർ റൈറ്റ് ലെഗ്. നോക്കിക്കോ 1 2 3 4. ഓക്കെ 1. നേരെ ലെഫ്റ്റിലേക്ക് ബോഡി തിരിക്കുക. റൈറ്റ് ലെഗ് മുന്നിൽ വരിക, ലെഫ്റ്റ് ലെഗ് ഹീലിൽ. ദെൻ ബാക്കിലേക്ക് എടുത്ത് വെക്കുക. അത് നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക്. ഓക്കെ അപ്പോൾ ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. 1 2 3 4. ഈസി അല്ലേ ഈ സ്റ്റെപ്പ്? യെസ്. ഒന്നുകൂടി ചെയ്യാം. 5 6 7 ഗോ 1 2 3 4. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുക. അതായത് നമ്മുടെ റൈറ്റ് ലെഗ് ഇവിടെ ഇരിക്കുകയല്ലേ, റൈറ്റ് ലെഗിനെ ജോയിൻ ചെയ്തിട്ട് 1 2 3 4. ജസ്റ്റ് ഒരു ഹിപ്പ് മൂവ്മെന്റ്സ് വിത്ത് ടാപ്പിംഗ്. റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് ഇങ്ങനെയല്ലേ ഇരുന്നേ, ഈ ഹാൻഡിനെ
ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് മേലെ പിടിക്കുക ആൻഡ് റൈറ്റ് ഹാൻഡ് വന്നിട്ട് 1 2 3 4 മേലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അതായത് 5 6 7 ഗോ 1 2 3 4 5 6 7 8. ഇതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ഈ റൈറ്റ് ലെഗിനെ കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അതായത് 1 2 നോക്കേ, ലെഫ്റ്റ് ഡയഗണൽ കേട്ടോ. 1 2 3 4 ടാപ്പ് ഡ്രാഗ് ടാപ്പ് ഡ്രാഗ്. ഇതൊക്കെ ചെറുത് വളരെ സർട്ടിലായിട്ട് ചെയ്താൽ മതി, ഒരുപാട് എഫോർട്ട് ഇട്ട് ചെയ്യണ്ട. ഓക്കെ, നോക്കേ 1 2 3 4 5 6. സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗിനെ യൂസ് ചെയ്തിട്ട് റൈറ്റ് ഓപ്പോസിറ്റ് റൈറ്റ് ഡയഗണലിൽ കൊണ്ടുപോവുക. 1 2 3 4. ഓക്കെ, 5 6 7 ഗോ 1 2 3 4 5 6 7 8. കിട്ടിയോ? യെസ്. ഇതിൽ ഹാൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ സ്വിങ് ചെയ്യുന്ന പോലത്തെ ഹാൻഡ് മൂവ്മെന്റ് ആണ്. 1 2 ദെൻ 3 4 5 6 7 8. ഓക്കെ, പൊക്കോ പൊക്കോ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് ചെയ്യാം. 5 6 7 ഗോ 1 2 3 4 5 6 7 8. ഉന്നോട് സായാമ തൂങ്കാതെ കണ്ണ്, ആ പോർഷനാണ്. അപ്പൊ അതിനകത്ത് 1 2 3 4 ഓരോന്ന് എടുത്തെടുത്ത് വെക്കുക ഫ്രണ്ടിലേക്ക്. നോക്കിയേ, 1 2 3 4 5 6 7 8. ചെറിയൊരു ഹിപ്പ് മൂവ്മെന്റും കൊടുക്കുക. ആൻഡ് ഇതിന് ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8. ഓക്കെ, ഓക്കെ 1 2 3 4 5 6 7 8. ഉന്നോട് സായാമൽ, സായാമൽ രണ്ട് ഹാൻഡും യൂസ് ചെയ്യുക, റൈറ്റ് ലെഫ്റ്റ് യൂസ് ചെയ്യുക. ദെൻ തൂങ്കാതെ കണ്ണ്, അപ്പൊ കണ്ണ് ഉറങ്ങാത്ത കണ്ണെന്നാണല്ലോ പറയണത്, അപ്പോൾ കണ്ണിനെ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, സോ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടോ? അതുകൊണ്ട് നമുക്ക് ഇത്ര നോക്കിയാലോ, ഒന്ന് ചെയ്തു നോക്കിയാലോ? യെസ്. 5 6 7 ഗോ പൊട്ടി വെച്ച കുതിര വന്ന് ഉന്നോട് സായാമ തൂങ്കാതെ കണ്ണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റൈറ്റ് ലെഗിനെ ക്രോസ് ആയിട്ട് നോക്കിയേ. 1 ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നോക്കിയേ 1 2. ഓക്കെ, 1 2 3 4. ഓക്കെ, 1 2 3 4. റൈറ്റിലേക്ക് ടാപ്പ് ചെയ്യാം, ലെഫ്റ്റ് ഡ്രാഗ് ചെയ്ത് പോവുക, നമ്മൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ. യെസ്. 5 6 7 ഗോ 1 2 3 4. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിക്കോ. രണ്ട് കൈയും സ്പ്രെഡ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്യുക. ദെൻ 1 2 നേരെ ഹെഡിലേക്ക് വരാം. ഓക്കെ, ഹെഡിലേക്ക് വന്നിട്ട് 3 4 3 4. ജസ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് നെക്ക് ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, 3 4. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. 5 6 7 ഗോ 1 2 3 4. കിട്ടി? യെസ്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റൈറ്റ് ലെഗിനെ കൊണ്ടിട്ട് സ്റ്റെപ്പ് വൈസ്, അതായത് 1 2 3 4, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് പയ്യെ ടിൽറ്റ് ചെയ്ത് ലെഫ്റ്റിലേക്ക് എത്തുക. 4 സ്റ്റെപ്പ്, അതായത് 1 2 3 4 ചെയ്ത് ലെഫ്റ്റിലേക്ക് വരാം. ആൻഡ് ഈ സമയത്ത് ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിക്കോ. 1 2 3 4. ആദ്യം ഇങ്ങനെ അകത്തേക്ക്, ദെൻ പുറത്തേക്ക്. 2 സ്റ്റെപ്പ് അകത്തേക്ക്, 2 സ്റ്റെപ്പ് പുറത്തേക്ക് വരുന്നത് നമ്മൾ ലെഫ്റ്റിലേക്ക് എത്തുക. ഓക്കെ, 5 6 7 ഗോ 1 2 3 4. കിട്ടി? അതിനുശേഷം മുത്തമ്മ രത്തമ്മ ആ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബോഡി ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് നോക്കുക, ദെൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുക. ഓക്കെ, ആൻഡ് എന്ത് മുദ്ര എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് എൻ എക്സ്പ്രഷൻ ലൈക്ക് നിങ്ങൾ മുത്തമ്മ മുത്തമ്മ അങ്ങനെ, അതായത് 1 2 3 4 ചെയ്ത് കഴിഞ്ഞിട്ട് അഗെയിൻ സ്റ്റെപ്പ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് വരിക. അപ്പം എങ്ങനെയാ? 1 2 3 4. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട, ഈസിയാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം.
1 2 3 4 5 6 7 8. Then Muttama, Muttama, 1 2 3 4. Okay. Then Kartamacha. ഓക്കെ, ഇത്രയാണ് ഞാൻ ആക്ച്വലി ചെയ്ത റിയൽ പോർഷൻ. ഇത്രയേ ഉള്ളൂ. പക്ഷെ മമ്മിത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റൈറ്റ് ലെഗ് നോക്കിക്കോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ടാപ്പ് ചെയ്യുക. ലെഫ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് കുറച്ച് മുന്നിലേക്ക് വയ്ക്കുക. എന്നിട്ട് 1 2 3 4 ദെൻ 5 6 7 8. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് വരുന്നത് റൊട്ടേഷനാണ്. ഓക്കെ, അതായത് ഈ ലെഫ്റ്റ് കൈ താഴേക്ക് പോകുമ്പോൾ റൈറ്റ് കൈ മേലേക്ക് കൂടെ വരും. ഓക്കെ, ഇങ്ങനെ നമ്മൾ നീന്തുന്ന പോലത്തെ ഒരു മൂവ്മെൻ്റ് ഇല്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൈയും കാലും ഒരുമിച്ച് ചെയ്താലോ. 5 6 7 ഗോ. 1 2 3 4 5 6 7 8. ഓക്കെ, കറുത്ത മച്ച ഓക്കെ, ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് 2 തവണ ചെയ്തതിന് ശേഷം ഈ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുക. ആൻഡ് ഹിപ്പ് മൂവ്മെൻ്റ് ആണ്. ലെഫ്റ്റ് കൈ ഹെഡിലും റൈറ്റ് കൈ ഹിപ്പിലും. എന്നിട്ട് 1 2 3 4. ഓക്കെ, 1 2 3 4. അതിനുശേഷം ഒരു ചെറിയ ഒരു ഇത് വിടുക, അതായത് ഒരു ബീറ്റ്. നന്ന നന്ന ഡും ഡും പി 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 ഡും 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 ഡും, അങ്ങനെ ഒരു സാധനമുണ്ട്. അത് 1 2 3 4. റൈറ്റിലേക്ക് പിടിക്കുക, ലെഫ്റ്റിലേക്ക് പിടിക്കുക. അത് ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് ഇങ്ങോട്ട്, 2 സ്റ്റെപ്പ് ഇങ്ങോട്ട്. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, അവിടെ ലെഗ് മൂവ്മെൻ്റ് ഒന്നുമില്ല. ഇങ്ങനെ പിപ്പി ഡും 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 ഡും. ഓക്കെ, മൊത്തമ്മ മൊത്തമ്മ പിപ്പി ഡും 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 ഡും. കറുത്ത മച്ച എഗെയിൻ. ഒരു പോർഷനും കൂടെ ഉണ്ട്. അത് ലെഫ്റ്റിൽ കൈ പിടിക്കുക. എന്നിട്ട് 1 2 3 4. 1 2 3 4. ടാപ്പിങ്ങേ ഉള്ളൂ. റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ റൈറ്റ് ലെഫ്റ്റ് ടാപ്പിങ് മാത്രമേ ഉള്ളൂ. സെയിം ടൈമിൽ ലെഫ്റ്റ് ഹിപ്പിലാണ്. ഇത് ബാക്കിലേക്ക് വന്നിട്ട് എഗെയിൻ മുന്നിലേക്ക് വരും. 1 2 3 4. ഓക്കെ, 1 2 3 4 കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കറുത്ത മച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്യാം. അപ്പോൾ കറുത്ത മച്ച ഓക്കെ, ഇത്രയാണ് ആ ഒരു സോങ്ങിൻ്റെ പോർഷൻ. ആൻഡ് ദിസ് ഇസ് ദ ട്യൂട്ടോറിയൽ ഫോർ ദി കറുത്ത മച്ച. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കണ്ടാൽ മതി. ഞാനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനത് സ്പ്ലിറ്റ് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്ത് കണ്ടാൽ മതി, സ്ലോ ആക്കി കണ്ടാൽ മതി കേട്ടോ. ആൻഡ് ഈ ഒരു സോങ്ങിൻ്റെ ട്രെൻഡ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വേഗം പഠിച്ചിട്ട് വേഗം തന്നെ ചെയ്തോ. ആൻഡ് ഇനി ഏത് സോങ്ങിൻ്റെ കൊറിയോ ആണെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ വേഗം അടുത്ത ട്യൂട്ടോറിയലായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ.